ജനനായകൻ ഇത് ഫാൻ ഷോ കണ്ടതിന് ശേഷം റിവ്യൂ ഇടണ്ട എന്ന് വിചാരിച്ചാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ ഇടുന്നതാണ്. പക്ഷേ ഇന്ന് റിവ്യൂ ഇടണ്ടെന്ന് വിചാരിച്ചു. കാരണം വിജയുടെ ഒരു പടം കാണുന്നൊരോളം നമുക്ക് വേറെ ഒരു സിനിമയിൽ ഒരു നടന്മാരും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പോലും മമ്മൂട്ടിയോ മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടാൽ പോലും ഇത്രയും ഓളമില്ല. കാരണം വെളുപ്പിനെ 4 മണിക്കാണെങ്കിലും 3 മണിക്കാണെങ്കിലും ഈ സിനിമയുടെ പ്രിന്റ് ഇറങ്ങിയതാണ്. മിക്കവാറുള്ളവരെല്ലാം കണ്ടതാണ് ഈ സിനിമയുടെ റിസൾട്ട് എന്തോന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും അതിൻ്റെ ഒരു ഓളം സൃഷ്ടിക്കുന്നത് ഗംഭീരമാണ്. പക്ഷേ ജനനായകൻ എച്ച് വിനോദാണ് ഇതിൻ്റെ സംവിധായകൻ. സത്യം പറഞ്ഞാൽ വെറും ഊളപ്പടം. നമ്മളൊരു വിജയ് ഫാനാണ്. വിജയുടെ പടം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഷോ കാണാൻ ടിക്കറ്റ് കിട്ടി മാക്സിമം ആദ്യത്തെ ഷോയ്ക്ക് കയറുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഒരു 10 സീൻ കൈയടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊരു ഉത്സവ പറമ്പാ തിയേറ്റർ. ആ ഒരു ഇത് ഇനി കിട്ടുമെന്ന് അറിയത്തില്ല. വിജയ് പക്ഷേ പടങ്ങൾ ചെയ്യും എന്നൊക്കെയാണ് സ്ട്രോങ് റൂമേഴ്സ്. അത് ശരിയാകട്ടെ. പക്ഷെ ഇതൊരു ഊളപ്പടം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ വിജയ്ക്ക് അടുത്തൊരു രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടി ചെയ്തൊരു പടമാണെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഒന്നുമല്ല, വലയെ പോലും വെറുപ്പിക്കുന്ന രീതിയിൽ, വലയുടെ പടത്തിന്റെ കോപ്പിയാണെന്ന് പറഞ്ഞു, പക്ഷെ അതിനെ പോലും വെറുപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെയില്ല. വിജയ്ക്ക് തന്നെ ഒന്നും ചെയ്യാനില്ല. വളരെ ഊളയായിട്ടുള്ളൊരു കോമഡി ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. അനിരുദ്ധിന്റെ മ്യൂസിക് ആണെങ്കിൽ ഈ പറയുന്ന എലിവേഷൻ ഒന്നും തന്നെ ഇല്ല. എലിവേഷൻ ആകുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് അതിനകത്ത് ഇല്ല. അതാണ് കറക്റ്റ്. എച്ച് വിനോദിന്റെ ഡയറക്ഷൻ തന്നെ മോശം. മമിത ബൈജു വളരെ മോശം. കാരണം വിജയിയെ പൊക്കി പറയാൻ മാത്രം ഒരു ക്യാരക്ടർ. അങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സ് സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും ഈ ക്യാരക്ടറിന് യാതൊരു ഒരു സുഖമില്ലാത്തൊരു ക്യാരക്ടർ. പിന്നെ ബോബി ഡിയോൾ വന്ന് സത്യം പറഞ്ഞ സിനിമകളിൽ വില്ലൻ വേഷം വന്ന് വെറുപ്പിച്ച് കൊളവാക്കിയ ഒരു സിനിമയാണ്. ഏറ്റവും ഗംഭീര കൊളവാക്കിയ സിനിമയാണ് ഈ പടം. പ്രകാശ് രാജ് ഇവരുടെ ആരുടെയും അഭിനയ സാധ്യതകളോ അല്ലെങ്കിൽ നല്ലൊരു സീക്വൻസോ ഒന്നും ഇല്ലാത്തൊരു സിനിമ. ലാസ്റ്റൊക്കെ എന്തോന്ന് വെച്ച് അങ്ങ് നിർത്തിയൊരു പടം. ഇതിൽ ഭേദം ഇത് എൻ്റെ ഒരു ഇതായിരുന്നു. ഇത് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്, ഈ സിനിമ ഇറക്കാതെ ജനനായകൻ അങ്ങ് ഇറക്കാതെ വിജയുടെ തുപ്പാക്കിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പടം തുപ്പാക്കിയൊക്കെ ഇറക്കിയിരുന്നെങ്കിൽ റിലീസ് ചെയ്താൽ മതിയായിരുന്നു. ഗംഭീരമായിട്ട് വിജയ് ഫാൻസ് മാത്രം കണ്ടാൽ അത് സൂപ്പർ മെഗാ ഹിറ്റ് ആയേനെ. ഗംഭീര കളക്ഷൻ കിട്ടിയേനെ. റിലീസിലെ ഇന്ത്യൻ സിനിമ കിട്ടാവുന്ന ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയത്. പിന്നെ ആകെയുള്ളൊരു വിഷമം ഇത് വിജയുടെ ലാസ്റ്റ് ചിത്രമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി പക്ഷേ വിജയ് സിനിമ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കെല്ലാം ഉള്ളത്. കാരണം മുഖ്യമന്ത്രിയായ പോലും ഒരു സിനിമ ചെയ്താൽ വിജയ് ആരാധകർക്ക് അത്രയും സന്തോഷമാണ്. കാരണം നമ്മളെപ്പോലുള്ളവർക്ക് വിജയുടെ ഒരു പടം ഒരു തിയേറ്ററിലിരുന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഓളമുണ്ട്. അത് നിസാരമല്ല. അത് വിജയ്ക്ക് മാത്രം സാധിക്കുന്നതാണ്. ഇന്ത്യൻ സിനിമയെ വിജയ്ക്ക് മാത്രമേ ആ ഓളം ഉണ്ടാക്കാൻ പറ്റൂ. എന്തായാലും ഇത് കൊടുത്ത പൈസ നമുക്ക് മുതലാവില്ല സത്യം.